പ്രകൃതിയിൽ എല്ലാം അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന ആഴപ്രകൃതി ശാസ്ത്രം പറയുന്നതിന്റെ അടിസ്ഥാനങ്ങൾ. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രകൃതിയിൽ എല്ലാം അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന ആഴപ്രകൃതി ശാസ്ത്രം പറയുന്നതിന്റെ അടിസ്ഥാനങ്ങൾ. നമ്മൾ പലപ്പോഴും ഷാലോ പ്രകൃതിയും ഷാലോ എക്കോളജിയുമായിട്ട് ഒരു വ്യത്യാസം പറയുന്നത് ഈ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇന്റർ കണക്ടിവിറ്റിയാണ് കൂടുതൽ ഇതായിട്ട് നമ്മൾ ഊന്നി പറയുന്നത്. അപ്പൊ അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇക്കോസിസ്റ്റം, അതായത് നാം വസിക്കുന്ന ആവാസ വ്യവസ്ഥയാണ് ഭൂമി. അപ്പൊ അതിന്റെ പരിസ്ഥിതിയാണ് നമ്മുടെ ജീവമണ്ഡലം. ഭൂമിക്ക് ജീവനുള്ളതാണെന്നുള്ളതാണ് നമ്മൾ ആഴപ്രകൃതി ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ജൈവ പ്രതിഭാസത്തെയാണ് നാം പ്രകൃതി എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് വിളിക്കുന്നത്. പ്രകൃതിയുടെ സമഗ്ര പ്രതിഭാസത്തെയാണ് നാം പ്രകൃതി ശാസ്ത്രം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിന്റെ ഭൗതികമായ പ്രതിഭാസങ്ങളെ മാത്രമാണ് പരിഗണിക്കുന്നത്. അതാണ് ഷാലോ ഇക്കോളജിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം മുഴുവനും ആ ഒരു ബേസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭൗതികമായിട്ടുള്ള എല്ലാം അതിന്റെ ഇക്കണോമിക് ബോട്ടണി എന്നുള്ള രീതിയിൽ അങ്ങനെ ഉള്ള എല്ലാത്തിനെയും നമ്മൾ ആ ഒരു രീതിയിലാണ് കണ്ടിരുന്നത്. ആഴപ്രകൃതി പരിസ്ഥിതിയിൽ നമ്മൾ ഇതിന്റെ ജൈവവും മാനസികവും ജ്ഞാനീയവും ചൈതന്യപരവും, അതായത് നമ്മൾ വിവിധ മാനങ്ങളുണ്ട്, പഞ്ചമാനങ്ങളുണ്ടെന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് പഞ്ചമാനങ്ങളുണ്ടെന്നാണ് പറയുന്നത് എക്സിസ്റ്റൻസിന്. അതിന്റെ ഒരു മാനത്തെ മാത്രമാണ് ശാസ്ത്രം, അതായത് പഴയ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇപ്പം നമ്മളതിനെ ആഴപ്രകൃതി ശാസ്ത്രത്തെ കൂടെ നോക്കുമ്പോൾ അതിന്റെ ജൈവമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും ജ്ഞാനീയമായിട്ടുള്ളതും ചൈതന്യപരമായിട്ടുള്ള പ്രതിഭാസങ്ങളെയും കൂടെ കൂട്ടി ഒരു സമഗ്ര രീതിയിൽ അതിനെ കാണാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് സിസ്റ്റംസ് തിങ്കിങ്ങിലൂടെയാണ്. പ്രപഞ്ചത്തിലെല്ലാം വ്യവസ്ഥകളായി നിലകൊള്ളുന്നു. അപ്പം വ്യവസ്ഥകൾ തമ്മിൽ പല വിധത്തിലുള്ള വിന്യാസങ്ങളാൽ, അതായത് നമ്മൾ ചാക്രീയമായിട്ടും കൂടുകൾക്കകത്ത് കൂടുതലായിട്ടും ജാലികയായിട്ടും വികാസപരമായിട്ടും അങ്ങനെ പല വിന്യാസങ്ങളിൽ അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ആ ബന്ധപ്പെട്ട് കിടക്കുന്നതിന്റെ ഈ വിശേഷപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ബന്ധത്തെയാണ് നമ്മളിപ്പോൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തമ്മിലുള്ള ഈ ബന്ധപ്പെടലിന്റെ ആ ശക്തിയിലാണ്, അതൊരു സിംബയോട്ടിക് കോപ്പറേഷൻ ആണ്. അതിലാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഇക്കോസിസ്റ്റത്തിന്റെ ആരോഗ്യം അതിന്റെ ശക്തിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ ചാക്രികമായിട്ടുള്ള ഒരു വിന്യാസത്തെ പറയാം. അപ്പൊ അത് നമ്മള് വളരെ ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫുഡ് സൈക്കിള്, ഫുഡ് ചെയിന്, കാർബൺ, നൈട്രജൻ, വാട്ടർ. ഏത് മൂലകം എടുത്തോ, ഏത് എലിമെന്റ് എടുത്താലും അതിന്റെ ഒരു സൈക്കിൾ ഉണ്ട് പ്രകൃതിയിൽ. ആ സൈക്കിളിലൂടെ അത് ചാക്രികമായിട്ട് എല്ലാ സത്തകളിലാണേലും ജീവജാലങ്ങളിലാണെങ്കിലും എല്ലാത്തിലും കയറി ഇറങ്ങി പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ആ ചാക്രികതയിലൂടെയാണ് അതിന്റെ ഒന്നും വേസ്റ്റ് ആകാതെ ആ പ്രോസസ്സ് അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ടാണ് ചെടികൾ അതിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ നമുക്ക് ഇതായിട്ടുണ്ട്. അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ അടുത്ത ഒരു വിന്യാസമാണ് ഫ്ലോ പാറ്റേൺ. നമ്മൾ അത് ഈ ഒഴുക്കായ വിന്യാസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ കാണുന്നത് ഭക്ഷണ സംവിധാനങ്ങളാണെങ്കിലും വിസർജനമാണെങ്കിലും ശ്വസന സംവിധാനമാണ്, എല്ലാത്തിലും ആണെങ്കിലും പ്രകൃതിയിലുള്ള എല്ലാ മൂലകങ്ങളും ഈ ഒരു ഒഴുക്കിലൂടെ അന്യോന്യം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് പിരമിഡ് ആണെങ്കിലും ഫുഡ് ചെയിൻ ആണെങ്കിലും അതിന്റെ ഫ്ലോയിലൂടെ ഊർജ പ്രവാഹം നടക്കുന്നുണ്ട്. നമ്മളുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നോ നമ്മളിലേക്ക് പല വിധത്തിലുള്ള മൂലകങ്ങൾ ഭക്ഷണമായിട്ടും ശ്വാസത്തിലായിട്ടും നമ്മളിലോട്ട് വരുന്നുണ്ട്. വരുന്ന മൂലകങ്ങൾ നമ്മുടെ മെറ്റബോളിസത്തിലൂടെ തിരിച്ച് പ്രകൃതിയിലോട്ട് തന്നെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിലോട്ടും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോശങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ മിക്കവാറും എല്ലാ കോശങ്ങളും
1.25 വർഷം കൊണ്ട് കംപ്ലീറ്റ് കോശങ്ങളും പുനർനിർമ്മിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്, റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് ഓരോ വർഷവും നമ്മുടെ പുതിയ എഡിഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതില് ഫ്ലോയില് ഈ എല്ലാ പോഷകങ്ങളും നമ്മൾ എലിമെന്റ്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. എല്ലാ തന്മാത്രകളും നമ്മുടെ നിന്ന് പുറത്തോട്ട് പ്രവഹിക്കുന്ന നമ്മുടെ പരിസ്ഥിതിയിലോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഫ്ലോ അവിടെ ആ ഒഴുക്കായ വിന്യാസത്തിൽ അത് വിന്യസിച്ചിരിക്കുന്നു എന്ന് കാണാം. അടുത്തതാണ് നമ്മൾ കൂടായ വിന്യാസം എന്ന് പറയുന്നത്, നെസ്റ്റഡ് പാറ്റേൺ. അപ്പൊ അത് കോസ്മോസ്, ഗാലാക്സി, സൗരയൂഥം, ഭൂമി, ജീവജാലം, മനുഷ്യൻ, ശരീരം, അവയവങ്ങൾ, ടിഷ്യൂകൾ, കോശങ്ങൾ, കോശസ്തരങ്ങൾ, പ്രോട്ടോപ്ലാസം, ന്യൂക്ലിയസ് എന്നിവ എല്ലാം ഇങ്ങനെ ഓരോന്നിന്റെ അടുത്ത് കൂടിനായിട്ട് തന്നെ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കാന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനങ്ങനെ ഒരു തർക്കമില്ല. കാരണം എല്ലാം ഓരോന്നിന്റെ അകത്തായിട്ട് അകത്തുള്ള വ്യവസ്ഥകളായ അകം വ്യവസ്ഥയും പുറം വ്യവസ്ഥയും ഉപവ്യവസ്ഥകളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അടുത്തതാണ് നമ്മൾ ജാലിക വിന്യാസം എന്ന് പറയുന്ന നെസ്റ്റഡ് പാറ്റേൺ. ഈ പ്രവാഹങ്ങൾ മൊത്തം തമ്മിലുള്ള ഫ്ലോസ് എല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത് തമ്മിലുള്ള ഒരു ഇന്റർ കണക്ടിവിറ്റി ഉള്ള പല സിസ്റ്റങ്ങളും നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ രക്ത ഫ്ലോ ആണ്, ബ്ലഡ് സർക്കുലേഷൻ ആണെങ്കിലും നെർവ് സിസ്റ്റം ആണെങ്കിലും എല്ലാം തമ്മിൽ അന്യോന്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എല്ലായിടത്തും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് രക്തം കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ പോഷണങ്ങൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ തിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു നാഡീവ്യൂഹത്തിൽ എവിടെങ്കിലും ഒരു പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തം ഇമ്മീഡിയറ്റ്ലി നമുക്ക് തലച്ചോറിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള എന്ത് ഫീലിംഗ് ആണെങ്കിലും അത് എല്ലായിടത്തും എത്തത്തക്ക വിധത്തിലാണ് നെർവസ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നെറ്റ്വർക്ക് നമ്മുടെ അകത്തുമുണ്ട്, അതുപോലെ തന്നെ പുറത്തുമുണ്ട്. അപ്പൊ ഈ വനങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് വളരെ ആഴത്തിൽ നിന്ന് അപൂർവ ധാതുക്കൾ വരെ വലിയ മരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് ചെറിയ സസ്യങ്ങൾക്ക് അവർക്ക് കിട്ടാത്തത് അങ്ങോട്ട് ഒരു റൂട്ടിന്റെ നെറ്റ്വർക്കിലൂടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫംഗസിന്റെ ഒരു നെറ്റ്വർക്ക്, ഫംഗസ് ചെയിൻ, അതിന്റെ റൈസോംസ് മൊത്തം വലിയൊരു വുഡ് വൈഡ് വെബ് എന്ന് പറയുന്ന രീതിയിൽ അതിന് ഫോറസ്റ്റ് മൊത്തം ഉണ്ട്. അതിൽ ആണ് പല പോഷകങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല മെസ്സേജസ് വരെ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് അത് ടോട്ടലി ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒറ്റയായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ഇതാണ്. അതാണ് പ്രകൃതിയുടെ ആദ്യത്തെ സിസ്റ്റം. അത് കഴിഞ്ഞാണ് നമ്മൾ ഫോറസ്റ്റിനെ മാറ്റി പല വിധത്തിൽ അതിനെ വിഘടിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇപ്പം അർബൻ സിസ്റ്റത്തിൽ ഇപ്പൊ ഇത് എല്ലാം വർക്ക് ചെയ്യത്തില്ല, എന്നാലും അതിന്റെ പല സംഗതികളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നെറ്റ്വർക്ക് പാറ്റേൺ നമ്മൾ എല്ലാത്തിനെയും കാണുന്നുണ്ട്. ബാക്കിയുള്ള സംഗതികളെല്ലാം അന്യോന്യം നെറ്റ്വർക്കിലൂടെ ഈ ഓരോരോ സംഗതികൾ ഷെയർ ചെയ്യുന്നുണ്ട്. അന്യോന്യം നമ്മളിപ്പം ഈ മാട്രിക്സ് ഫീൽഡിനെ പറ്റി പറയുന്നുണ്ട്. മാട്രിക്സ് ഫീൽഡിലൂടെ ഇതെല്ലാം അന്യോന്യം കംപ്ലീറ്റ്ലി കണക്ട് ചെയ്ത് കിടക്കുക എന്നുള്ളത് നമുക്കറിയാം. അതിലൂടെ ഇൻഫർമേഷൻസ് സട്ടിൽ എനർജി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. അത് നെറ്റ്വർക്ക് സിസ്റ്റം തന്നെ അതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണത്. പിന്നെ ഒന്നാണ് നമ്മൾ ഈ മൾട്ടി ഓർഡർ പാറ്റേൺ. ഒന്നിലധികം ഓർഡർ ഉണ്ട് ഒരേ സമയത്ത് നീക്കുക. അതായത് ലീനിയർ ഓർഡറിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഓർഡറിന് പ്രകൃതിയിൽ ഒരു നിലനിൽപ്പിന് ഒരു ഇതില്ല, സപ്പോർട്ട് കിട്ടത്തില്ല. എവിടെയെങ്കിലും ഒരു ചെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രകൃതി അതിനെ മൾട്ടി സിസ്റ്റം ഓർഡറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഓർഡർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റം അവിടെ എടുക്കും. അതുപോലെ അത് നമ്മൾ പലതിലും കാണാം. നമ്മുടെ ഈ ജീവികളുടെ ഫുഡ് ചെയിൻ്റെ അകത്ത് തന്നെ ആണെങ്കിലും നമ്മൾ ഏതിൻ്റെങ്കിലും ഒരു ഫുഡ് ചെയിനിലെ ഒരു അംഗം അതിന്റെ ജനസംഖ്യ കുറയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വേറൊരു അതിന്റെ സത്തയുടെ ഒരു ഗ്രൂപ്പോ സിസ്റ്റം അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന രീതിയിൽ നമ്മളിപ്പോ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവായിട്ടുള്ള ജീവികളുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ ഈ ആവാസ വ്യവസ്ഥ നിലനിന്ന് പോകുന്നത്, അതിന്റെ തുലനതയിലാണ്. പക്ഷെ നെഗറ്റീവായിട്ടുള്ളത് അവിടെ ഉണ്ട്, അത് ഇനാക്റ്റീവായിട്ട് കിടക്കുകയാണ്. പക്ഷെ ഈ
ഒരു അവസരത്തിൽ നമ്മളെ ഇതുപോലെ അതിനെ ദുഷിപ്പിക്കുന്ന അവസരത്തിൽ പ്രകൃതിയുടെ ഒരു സംഹാര രൂപം അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് നെഗറ്റീവായിട്ടുള്ള ഉരുവാക്കുകയും അതിന്റെ പോപ്പുലേഷൻ കൂട്ടുകയും ആ വ്യവസ്ഥയെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്തിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. അപ്പോൾ ഒന്നുകിൽ അത് നശിപ്പിച്ച് പുനഃസ്ഥാപിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ ആയിട്ട് അതിലുള്ള ഡീസെലക്ട് ചെയ്യുന്ന കുറേ അവർ ചത്ത് പോകും, ബാക്കിയുള്ളത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പൊ അതാണ് ഈ മൾട്ടി ഓർഡർ സിസ്റ്റത്തിന്റെ പ്രയോജനം. അതൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് വികാസ വിന്യാസ മാതൃകകൾ. വികാസം എന്ന് പറയുന്നത് വ്യവസ്ഥകള് അതിന് ഒരു ലിമിറ്റ് വരെ വികസിക്കും എന്നുള്ളത് നമുക്കറിയാം. എല്ലാം നമ്മുടെ ഒരു ആൽമരത്തിന്റെ തന്നെ ഒരു മൺതരി പോലുള്ള ഒരു കുരുവാണ് എന്താണ് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ആൽമരം വികസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു എംബ്രിയോയുടെ കാര്യം എടുത്താലും എംബ്രിയോയിൽ നിന്ന് പൂർണ്ണ വളർച്ചയുള്ള ഒരു സത്തയായിട്ട് വളരുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന് അവിടെ വികാസം നടക്കുന്നുണ്ട്. അതൊരു അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെയാണ് നമ്മൾ വളർച്ചാ പരിധി വിന്യാസം എന്ന് പറയുന്നത്. വളർച്ചാ പരിധി ആകുമ്പോഴത്തേക്ക് ഈ എല്ലാ വികസിക്കുന്ന ഗ്രോ ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാനൊക്കത്തില്ല. അതിന്റെ തുലനതയിലാണ് ഈ ആവാസ വ്യവസ്ഥ തന്നെ നിലനിൽക്കുന്നത്. അപ്പൊ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകില്ല, വളർച്ചയുടെ സൈസ് റൈറ്റ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല ഇതിലും ആ വളർച്ചാ പരിധി നമ്മൾ കാണുന്നുണ്ട്. അത് ഇതിന്റെ ഒരു ഈ തമ്മിലുള്ള ആ ബന്ധത്തിനെ നിലനിർത്താനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഇത് കാണുന്നത്. വളർച്ചാ പരിധിയെ അത് പ്രകൃതി തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് വളരില്ല. അതുപോലെ തന്നെ പോപ്പുലേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൺട്രോൾ വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നിയന്ത്രണം അവിടെ നടക്കുന്നുണ്ട്. നിയന്ത്രണം വിധാനം അല്ലാതെ പോകുന്ന പല സംഗതികളും ഇപ്പൊ നമ്മൾ ക്യാൻസർ എന്നുള്ളത് ആ ഒരു ഇതാണ്. കൺട്രോൾ ഇല്ലാത്ത ഒരു ഗ്രോത്തിനെയാണ് ക്യാൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ അത് ഇല്ലാതായി പോകും. പിന്നുള്ളതാണ് റെസിലിയൻസ് പാറ്റേൺ എന്ന് പറയുന്നത് പുനഃസ്ഥാപന വിന്യാസം. എല്ലാ ഈ ഓർഗാനിക് സിസ്റ്റത്തിലും ഈ സൈബർനെറ്റിക്സ് എന്നുള്ള ഒരു രീതിയിലാണ് പുനഃസ്ഥാപന വിന്യാസം പ്രവർത്തിക്കുന്നത്. ഈ എല്ലാ ഓർഗാനിക് കമ്മ്യൂണിറ്റികളിലും അതിൻ്റെതായിട്ടുള്ള സമഗ്രതയിൽ തിരിച്ചു വരാൻ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിലുള്ള ഹോമിയോസ്റ്റാസിസ്. അതാണ് എല്ലാ സംഗതികളിലും റെഗുലറായിട്ട് ആ ഒരു ഹോമിയോസ്റ്റാസിസ് മെക്കാനിസത്തിലൂടെയാണ് നമ്മളെ ബ്ലഡ് പ്രഷർ ആണെങ്കിലും ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫിസിക്കൽ ബയോളജിക്കലായിട്ടുള്ള എല്ലാത്തിനെയും ആ ഒരു ഹോമിയോസ്റ്റാസിസിലൂടെ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് രോഗപ്രതിരോധം, ഇമ്മ്യൂണിറ്റിയിൽ സ്റ്റെം സെൽസ് നമ്മളെ ബോഡിയിലുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ അതായത് ഈ നമ്മൾ ബയോണിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെയുള്ള അണുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ന്യൂട്രലായിട്ട് നിൽക്കുന്നതാണ് എന്ന് പറയുന്ന സ്റ്റെം സെൽസ് നമ്മുടെ ഒരു ബാക്കപ്പ് മെക്കാനിസമാണ്. ബാക്കപ്പ് മെക്കാനിസത്തിൽ അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ആവശ്യം വരുമ്പോൾ, അതായത് എവിടെയെങ്കിലും ഒരു ഡീജനറേഷൻ ഉണ്ടായി സെല്ലുകൾ അവിടെ നശിക്കപ്പെട്ടു ഒരു റീജിയണിൽ കൂടുതൽ നശീകരണം നടന്നെങ്കിൽ മറ്റ് സെല്ലുകൾ ഈ സ്റ്റെം സെൽസ് മറ്റു ഇടങ്ങളിൽ നിന്ന് അതിനെ ബ്ലഡിലൂടെ ഫ്ലോ ചെയ്ത് ആ ഏരിയയെ കൊണ്ടുവന്ന് ആ പർട്ടിക്കുലർ ടിഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് സ്റ്റെം സെൽസിന്റെ ആ ഒരു സിസ്റ്റം. അത് ആ ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ഈ ആവാസ വ്യവസ്ഥയുടെ. അതുപോലെ അടുത്തതാണ് നമ്മൾ ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്നത്. ഈ ഡൈനാമിക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതി മൊത്തം ചലനാത്മകമായിട്ടുള്ള ഒരു വിന്യാസത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിസ് ആണ് ചലനാത്മക തുലനത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ബാലൻസിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഏത് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഡൈനാമിക് ബാലൻസിലൂടെയാണ് അതിന്റെ നിയന്ത്രണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പഞ്ചഭൂത സിദ്ധാന്തം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ബാലൻസിങ് വളരെ ചലനാത്മകമായിട്ടുള്ള ബാലൻസിങ് ആണ് പഞ്ചഭൂതത്തിൽ നടക്കുന്നത്. അന്തരീക്ഷത്തിന്റെ പല അവസ്ഥകളിലും മഞ്ഞുമലയാണെങ്കിലും ജലത്തിന്റെ നീരാവി മേഘ എല്ലാം ഇതുപോലുള്ള എല്ലാ ഫിസിക്കൽ ജിയോഗ്രഫിക്കൽ എല്ലാ സിസ്റ്റത്തിലും ആ ചലനാത്മക തുലനതയിൽ നിൽക്കുന്നുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ഇതിന്, അതായത് എക്കോസിസ്റ്റത്തിന് അനുരൂപണപ്പെട്ട് നിൽക്കുന്ന അതിൽ നിന്ന്
വ്യതിചലിക്കാതിരിക്കാനുള്ള എല്ലാ ഓട്ടോമാറ്റിക് സിസ്റ്റവും അതിൻ്റെ അകത്തുണ്ട്. അതാണ് ചലനാത്മകത എന്ന് പറയുന്നത്. ഡൈനാമിക് ആയിട്ടുള്ള ഒരു ബാലൻസിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രകൃതി നമ്മൾ ഇത്രയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് വീണ്ടും പ്രകൃതി അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നടക്കുക ആ ശക്തി ഉള്ളത് ഈ ചലനാത്മകതയുടെ പ്രകൃതമാണ്. അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത്രയും നമ്മൾ പല വിഘടനങ്ങളും നടന്നിട്ടും പല മലിനീകരണങ്ങളും നടന്നിട്ടും വീണ്ടും അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു പ്രവണത പ്രകൃതിയിൽ കാണുന്നത് ഈ ഡൈനാമിക്സത്തിന്റെ പ്രധാനമാണ്. പക്ഷെ എന്നാലും അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് പിന്നെ ഒരു ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്ന പറഞ്ഞാൽ ആ സിസ്റ്റത്തിനെ ഡീസെലക്ട് ചെയ്യും. ഇപ്പോൾ ഉള്ള ആവാസ വ്യവസ്ഥ ഡീസെലക്ട് ചെയ്തിട്ട് പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ അതിൻ്റെ അകത്തുള്ള സത്തകൾ, ആ ജീവജാലങ്ങൾ അവിടെ എക്സിസ്റ്റ് ആകണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ അത് നശിച്ചിട്ടായിരിക്കും അടുത്തത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ നിലനിൽപ്പ് സ്വയം നാശത്തിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് മാറി വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ എക്സിൻ്റെ പണ്ട് പല വിധത്തിലുള്ള ജീവജാലങ്ങളും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നായിട്ട് മനുഷ്യന് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ മലിനീകരണ പ്രവർത്തനം, അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള നമ്മൾ വളരെ ഇതായിട്ട് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടും മലിനീകരിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് നടക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം അന്യോന്യം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ബന്ധപ്പെട്ട് കിടക്കുക, ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ഇതാണ് നമ്മൾ പ്രകൃതിയിൽ കാണുന്നത്. അപ്പൊ അത് മനുഷ്യനാണ് അതിനെ വേർതിരിക്കാൻ നോക്കുന്നത്. അത് പാഴ്ശ്രമമാണ്. ഇതിനെ ഒന്നിച്ച് തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു പാഠമാണ് ഇതിലൂടെ പറയാനുള്ളത്. അതാണ് നമ്മൾ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ സുസ്ഥിരതയെന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ബോധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.